അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഔദു ബില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഷെഡ്യൂളുകളൊക്കെ മാറി തുടങ്ങി. ആ മാറി തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതല്ലാത്തൊരു സമയം നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ ആ രൂപത്തിലേക്ക് മെന്റലി ഫിസിക്കലി സെറ്റ് ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ നേരത്തെ ഒരു മീറ്റിംഗ് ആണ്. മീറ്റിംഗിലേക്ക് എല്ലാവരും റെഡി ആയിട്ടുണ്ടോ? അറിവ് റെഡി? എസ് ഓർ നോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ ഇരിക്കുന്ന ഈ എസ് നോ എസ് ടൈപ്പ് ചെയ്യുന്ന, അതേപോലെ നിങ്ങളുടെ ലൈക്ക് ഒക്കെ വരുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണും കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നുണ്ട് സ്ലൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം വേണ്ടത്ര വർക്കൗട്ട് ആവാത്തതുകൊണ്ട് കൂടുതൽ സ്ലൈഡുകളില്ല. വളരെ പ്രധാനപ്പെട്ട ചില സ്ലൈഡുകൾ മാത്രമേ ഞാൻ ഇന്ന് ചെയ്തു വെച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങൾ അപ്പോൾക്കപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോകാനുള്ളൊരു ശ്രമം നടത്തണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതി പറഞ്ഞങ്ങനെ പോവാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഫിസിക്കലി ഒരു കാര്യത്തിന് നമ്മൾ പ്രിപ്പയർ ആവുന്ന പോലെ തന്നെ ഏതൊരാൾക്കും മെന്റലി കൂടെ പ്രിപ്പയർ ആവണം. എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന, വരാനിരിക്കുന്ന, തൊട്ടടുത്തെത്തി നിൽക്കുന്ന PSC എക്സാം, അതോടൊപ്പം അടുത്ത ജൂണിൽ വരാനിരിക്കുന്ന, വെക്കേഷൻ കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന എക്സാം വരാനിരിക്കുന്ന നെറ്റ് എക്സാം, അതുപോലെ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന അത്തരം എക്സാമുകൾ, നമ്മുടെ തന്നെ PG എക്സാം, ഓൾറെഡി നമ്മുടെ കണ്ടംപററി അറബ് വേൾഡിന്റെ ഒക്കെ ക്ലാസ് നടക്കുന്ന PG ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് പഠിക്കുന്ന അവരുടെ എക്സാം, ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആളുടെ മുമ്പിൽ നമ്മൾ ഫിസിക്കലി എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ മെന്റലിയും നമ്മൾ ആ രൂപത്തിൽ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു, ബൈസ്റ്റാൻഡർ എഫക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട സംഗതി ഒന്നല്ല, ഒരു സോഷ്യൽ ലാഫിംഗ് ആണ്. ഒന്നും ചെയ്യാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന സംഗതികൾ ഡീൽ ചെയ്യാതിരിക്കുക. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സംഗതികൾ ഡീൽ ചെയ്യാതിരിക്കുന്നതിനാണ് സോഷ്യൽ ലാഫിംഗ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാതിരിക്കുക, നമുക്കുണ്ടാവുന്ന പരീക്ഷയ്ക്ക് വേണ്ടുന്ന പോർഷൻസ് നമ്മൾ കവർ ചെയ്യാതിരിക്കുക, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ മറികടക്കാതെ അത് ഒരു ഹെഡ് വെയിറ്റ് ആയി, ഒരു സംഘർഷമായി, ആൻസൈറ്റിയായി, ഡിപ്രഷനായി ഒക്കെ മാറുന്നതിലേക്ക് എത്തുക. ഒന്നും ചെയ്യാതിരിക്കുക, അതിനാണ് നമ്മൾ ബൈസ്റ്റാൻഡർ എഫക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോവാണ്, ചില സംഗതികൾ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ സംഗതി നമുക്കൊക്കെ അറിയാം, നമ്മൾ പോകാനിരിക്കുന്ന എക്സാം അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എയിം അവിടെ ഫിക്സ്ഡ് ആയിരിക്കണം. തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷത്തെ ആ സന്ദർഭത്തിൽ നമുക്ക് സ്കൂൾ തലങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് അവർക്കൊരു പാട്ടുണ്ടായിരുന്നു, ഒരു സോങ്. ആ സോങ്ങിന്റെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: മിന്നാമിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, മിന്നാമിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം. അപ്പം ഒരു മിന്നാമിനുങ്ങിനെ പിടിക്കുക എന്നുള്ളത് അത് അത്ര വലിയ കാര്യങ്ങളൊന്നല്ല, വളരെ എളുപ്പമുള്ള സംഗതിയാണ്. പക്ഷെ സൂര്യനെ പിടിക്കുക എന്ന് പറഞ്ഞാല് അത് പ്ലാൻ ചെയ്ത് ക്രമീകരിച്ച് പോയാൽ നമുക്ക് സൂര്യനെ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിടിച്ച് അതിനെ സ്വന്തമാക്കണം. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ, കുഞ്ഞാറ്റിക്കിളികളെ, നിങ്ങൾ വരൂ, ഈ വസന്തകാലം അത് പിടിക്കുന്ന സമയമായി. അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് പാട്ടുപാടി പാഠമൊക്കെ അങ്ങനെ എന്ത് ചെയ്യാം? നേടി പാടി പറന്നിടാം എന്ന് പറയുന്ന സ്കൂൾ തലങ്ങളിൽ കുട്ടികൾക്ക് യൂട്യൂബിൽ കയറിയാൽ നിങ്ങൾക്ക് മിന്നാമിനിങ്ങനെ പിടിക്കലെല്ലാം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ആ ഒരു തീം സോങ് നിങ്ങൾക്ക് കിട്ടും. അതൊരു അധ്യയന വർഷത്തിലെ കുട്ടികളുടെ സ്കൂൾ ജീവിതത്തിൽ അവരെ ആ രൂപത്തിൽ പഠിപ്പിച്ചവരെ അവർ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവേശനോത്സവത്തിലെ സോങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ എയിം അവിടെ ഉറപ്പിക്കണം. തൊട്ട് മുമ്പിലെല്ലാം എത്തിക്കഴിഞ്ഞു, ഇനി നമ്മൾ കൂടുതൽ കാത്തു നിൽക്കാനോ അതിനൊന്നും സമയമില്ല. അപ്പൊ ഇവിടെ എന്താ ഒരു പ്രശ്നം? കഴിഞ്ഞ ചില ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തപ്പം
ചില ഡിസ്കഷനിലൂടെ ചില ആളുകളുടെ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം നമ്മൾ അവിടെ കൈകാര്യം ചെയ്യണം. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ബൈസ്റ്റാൻഡർ എഫക്റ്റ് വരാതിരിക്കാൻ, അതായത് സംഭവിക്കുന്ന സംഗതികൾ, ഉണ്ടാവുന്ന സംഗതികൾ ഇനി ഡീൽ ചെയ്യപ്പെടാതെ കിടക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യാതിരുന്നാൽ അത് നമ്മളെ പരീക്ഷയെ ബാധിക്കും. കാരണം മെന്റലി അത് സ്ലോ ആയി മാറാൻ കാരണമായി തീരും. അപ്പൊ എന്ത് ചെയ്യണം? മെന്റലി നമുക്കതിന് സെറ്റ് ആവണമെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം നോമ്പല്ലേ, ചൂടല്ലേ, നോമ്പിന് എങ്ങനെയാ പഠിക്കുക, എല്ലാം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. SSLC പരീക്ഷ നടക്കുന്നത് നോമ്പിനാണ്. നമ്മളത് മാത്രമല്ല, A+ന് വേണ്ടി മക്കൾ പഠിച്ച് ഇറങ്ങാൻ പോണത് നോമ്പിനാണ്. +1 +2 പരീക്ഷ നോമ്പിനാണ്. +1ന്റെ പരീക്ഷ നടക്കുന്നത് 8-ാം തീയതിയാണ്, 6-ാം തീയതിയാണ്. മാർച്ച് 6-നാണ് +1 പരീക്ഷ നടക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള സയൻസ് ബാച്ചൊക്കെ എടുത്ത കുട്ടികളൊക്കെ അവന്റെ റിവിഷനൊക്കെ കഴിഞ്ഞ് ഇരുന്ന് പഠിക്കുക, നോമ്പും ആണ്. +2ടെയും പരീക്ഷ ഏകദേശം ഈ കാലയളവിലാണ്. ഡിഗ്രി ഫൈനൽ ഇയർ, ഓൾറെഡി ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം വരുന്നത് 20-ആണ്. ചില ഡേറ്റുകളൊക്കെ അങ്ങോട്ട് മാറാൻ സാധ്യതയുള്ളതല്ലാതെ ഡിഗ്രി 20-ആണ്. +2 പ്രിലിമിനറി അറബിക്ക് നടക്കുന്ന ഡേറ്റ് വരുന്നത് 4 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 4 മുതൽ ആരംഭിക്കുക. 4 മുതൽ അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ മുതൽ തന്നെ ആ രൂപത്തിലേക്ക് അവർക്ക് ആരംഭിക്കുകയാണ്. പിന്നെ അതിന് മാത്രമല്ല, വരാനിരിക്കുന്ന PSC പരീക്ഷ നോമ്പ് കഴിഞ്ഞ് ഉടനെയാണ്, നോമ്പിനല്ല. അത് ഭാഗ്യമാണ്. ശ്രീനാരായണഗുരു PG പരീക്ഷ നടക്കുന്നത്, ഡിസ്റ്റൻസ് എക്സാമിന് പരീക്ഷ നടക്കുന്നത് നോമ്പിനാണ്. നോമ്പിന്റെ സൺഡേകൾ വെച്ചിട്ടാണ് ആ പരീക്ഷകൾ നടക്കുന്നത്. അപ്പൊ എല്ലാ പരീക്ഷകളും നോമ്പാണ്. അപ്പൊ നോമ്പിന് നമ്മൾക്ക് മാത്രമല്ല പരീക്ഷ. നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. ആ ഒരു പ്രശ്നം ഇപ്പൊ തന്നെ ഡീൽ ചെയ്യപ്പെടണം. നോമ്പിന് പരീക്ഷ നടന്നോട്ടെ, അത് അങ്ങനെ നടക്കട്ടെ. നോമ്പിന്റെ ടൈമിനായിരുന്നു എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത് നസറുദ്ദീൻ സാർ. നസറുദ്ദീൻ സാറുടെ JRF-ലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, പലർക്കും അറിയാം, പറയേണ്ടതില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു പോവാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്, അതായത് ജനറൽ പേപ്പറും അറബിക്കും ഒക്കെ പഠിച്ച് ഡീപ്പായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ 1% ആളുകൾക്ക്, എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നോ അതിൽ 1% ആളുകൾക്ക് മാത്രം ലഭിക്കപ്പെടുന്ന JRF-ൽ ക്വാളിഫൈ ചെയ്ത പരീക്ഷ എഴുതിയിട്ടുള്ളത് നസറുദ്ദീൻ സാർ റമദാൻ മാസത്തിലാണ്. ഞാനും നസറുദ്ദീൻ സാറും ഖാലിദ് സാറും 3 പേരും കോഴിക്കോട് അതിനുവേണ്ടി മാറിയിരുന്ന് പഠിക്കാനിരുന്നത്, ആ രൂപത്തിൽ പഠനം നടത്തിയിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. അത് സാർ ഇവിടെ ഉണ്ടാവും, സാർ വിശദീകരിക്കുന്നത്. അപ്പം JRF-ലേക്ക് എത്തിച്ച പഠനം റമദാനിലാണ്. അത് കുറെ ടൈം ടേബിൾ ചേഞ്ച് നേരത്തെ സൂചിപ്പിച്ചു. നമ്മളെ PSCയുടെ ക്ലാസ് നടക്കുന്ന രാവിലെ 7 മണിക്കാണ്. അതിന്റെ 7 മണിയാകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ നേരം റമദാനിൽ അവർക്ക് കുറെ ഡ്യൂട്ടീസ് ചിലപ്പോൾ ഉണ്ടാവും അടുക്കളയിൽ. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 2 നേരത്തെ ഫുഡിന് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ വീട്ടിലെ കുട്ടികളും പ്രായം ചെന്നവർക്കൊക്കെ വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കിയാൽ മതി. ഏതായിരുന്നാലും നോർമലി നമ്മൾ അടുക്കളയിൽ ചെലവഴിക്കുന്ന അത്ര സമയം ചെലവഴിക്കാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയം. കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി വേജ് ഒക്കെ ആളുകളെ ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് എക്സാമിലേക്ക് കടന്നു. അതുകൊണ്ട് അവർക്ക് പ്രിപ്പറേഷൻ ആവശ്യമില്ല, എക്സാമും കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ അതിന് ആ രൂപത്തിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, PGയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോൾ എന്റെ സംസാരം കേൾക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കോളേജ് ഉച്ചവരെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം അവിടെ തന്നെ ഇരിക്കാം. കോളേജിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വെയിൽ ചൂടാറുന്നവരെ പുറത്തിറങ്ങി വീട്ടിലെത്തുന്ന യാത്ര ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന, ലൈബ്രറി ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന, ടീം പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നോർമലി നമ്മൾ മക്കളെ മദ്രസ പറഞ്ഞേക്കും. കുറെ സ്ത്രീകളൊക്കെ ആണല്ലോ മക്കളെ മദ്രസകൾ ഓൾമോസ്റ്റ് മദ്രസകളും ലീവാണ്. ഇങ്ങനെ ഒരു പരിധി വരെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണ്. അതിൽ കുറെ പ്രയാസങ്ങളുണ്ട്, ചൂട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഡിസംബർ മാസത്തിലേക്കൊക്കെ റമദാൻ കടന്നു വരുമ്പോൾ നമുക്കറിയാലോ, നല്ല അത്താഴ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. എഴുന്നേറ്റ് വരുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഒക്കെ തണുപ്പായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ അങ്ങനെ തണുപ്പില്ലാത്തത് കൊണ്ട് കുറെ ഗുണം നമുക്കുണ്ട്. പിന്നെ ഈ ചൂടത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ഏത് ഭക്ഷണം കഴിക്കാൻ ഒരു പരിധി ഉണ്ടാവും. അപ്പൊ കൂടുതൽ വെള്ളമാണ് കുടിക്കേണ്ടത്. അത് രാത്രിയിലും കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പ്രയർ ടൈമിലും നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ ധാരാളം. ഇപ്പൊ ഇതിന്റെ സംസാരം കേൾക്കുന്നതിടക്ക് എന്ത് ചെയ്യാം, എല്ലാവരും പറ്റുന്ന ആളുകളൊക്കെ ഒരു 2-3 സിപ്പ് വെള്ളം കുടിക്കാം. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്ന ഒരു 10-20 മിനിറ്റ് അവസാനിപ്പിക്കുന്ന ഇടയിൽ ഇടയ്ക്കൊരു 10 തവണ
ഒരു ചെറിയ ചെറിയ മുറുക്കുകളായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെ ചെയ്തു കൊടുത്താൽ തന്നെ മതി. അങ്ങനെ നമ്മളത് ഫിസിക്കലി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം അവിടെ പരിഹരിക്കും. ഞാനത് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യപ്പെടണം, ക്രമീകരിച്ചു പോകണം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ മീൻ ഫിസിക്കലി മെന്റലി സെറ്റ് ആവാതെ പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് വലിയ ഇംപ്രൂവ്മെന്റ്സ് കാണാൻ പറ്റില്ല. പലർക്കുള്ള പരാതി അതാണ്. ഞാൻ പഠിക്കുന്നു, ധാരാളം സമയം പഠിക്കുന്നു, പക്ഷെ ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും പരീക്ഷയിൽ പിറകോട്ട. എന്തുകൊണ്ട്? അത് പ്രശ്നം മറ്റൊന്നുമല്ല, രണ്ട് രൂപത്തിൽ. ഒന്ന് ഫിസിക്കലിയാണ്. ഫിസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ, ആവശ്യത്തിന് ഫിസിക്കലി റെസ്റ്റ് എടുക്കാൻ, എക്സസൈസ് ചെയ്യാൻ, ഇതിന് ഫിസിക്കലി നമുക്ക് ആവശ്യമുള്ള സംഗതി ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മൾ ഇനിയുള്ള റമദാന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നേരത്തെ ഉറങ്ങൽ അതിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ഉറക്കം ഒരു 24 മണിക്കൂറിൽ എത്ര ഉറക്കം വേണോ അത്ര ഉറക്കം നമ്മൾ നിർവഹിക്കൽ നിർബന്ധമാണ്. ആ രൂപത്തിലുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം. പഠിക്കാനുള്ള സമയങ്ങൾ, ആ പഠന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ ഫിസിക്കലി ഒരു ഷെഡ്യൂൾ അതിന് വേണം. അപ്പൊ ഈ രാത്രി റമദാൻ മുതലുള്ള സമയം മുതൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം നമ്മൾ കുടിച്ചു കൊടുക്കും. അത് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശമാണ്. നോമ്പ് നോക്കുന്ന ആളുകൾ നന്നായിട്ട് ഹ്യൂമിഡിറ്റിയും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ചൂട് സാധാരണ വിഭിന്നമാണ്. ചിലപ്പോൾ നല്ല മഴക്കുള്ള കാരണമായി തീരും. മഴയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങും, സുഖം കിട്ടിയാൽ നമ്മൾ ഉറങ്ങും. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് വേർത്തൊലിച്ച് മാറി നിന്ന് അങ്ങോട്ടോട്ട് നടന്ന് ആ രൂപത്തിലുള്ള ഒരു നല്ലതാണ്. അത് നമുക്കൊരു നല്ലതാണ്. ഒരു ചൂട് എപ്പോഴും ആവശ്യമാണ്. ഒരു ചൂട്, ചെറിയൊരു ചൂടിൽ കഴിഞ്ഞുകൂടുന്നതാണ് നമ്മളെപ്പോഴും എനർജറ്റിക് ആക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ട് കാണുന്ന അർത്ഥത്തിൽ. അപ്പൊ ഫിസിക്കലി നമ്മൾ റെഡി ആവാം, മെന്റലി കൂടി ആ രൂപത്തിൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ മെന്റലി നമ്മൾ തയ്യാറെടുപ്പ് നടത്താൻ നമുക്കറിയാം. നമ്മുടെ ഫോക്കസ് തരുന്ന നോട്ട് നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. തലയാണി വെച്ച് കിടന്നുറങ്ങാൻ പറ്റും. അതല്ലാതെ ഫിസിക്കലി ചിലപ്പോൾ അതുകൊണ്ട് അത് വിറ്റാൽ ചിലപ്പോൾ പൈസ കിട്ടും. അത് നിങ്ങൾ ആദ്യം തന്നെ ആർക്കും ഷെയർ ചെയ്യൂല എന്നുള്ളതിലാണ് നിങ്ങളുള്ളത്. പക്ഷെ മെന്റലി ആണത്. ആ നോട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ ഫിസിക്കലി അല്ല, മെന്റലി ആണ്. അപ്പൊ മെന്റലി നിങ്ങൾക്കത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് എത്തണമെങ്കിൽ എന്ത് വേണം? ബ്രെയിനിലേക്ക് എത്തണമെങ്കിൽ അത് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അത് നമ്മുടെ വായനയാണ് ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യുന്നത്. വായന, റീഡിംഗ് ആണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതും മനനം ചെയ്യുന്നവനാക്കി തീർക്കുന്നതും അവനെ ഏറ്റവും മോഡിഫൈ ചെയ്തെടുക്കാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നത് വായനയാണ്. ഒരു സംശയം അതിലില്ല. അത് ഡിസ്കഷൻ മോഡുള്ള വായന, അതേപോലെ തന്നെ നമ്മൾ സൈലന്റ് റീഡിങ്, അതേപോലെ ഞാനിങ്ങനെ പറയുന്നത് പോലെ പറഞ്ഞു പഠിക്കല്, മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കല്, അങ്ങനെ പല മെത്തേഡ് അതിലുണ്ട്. ഡിസ്കഷൻ പല മെത്തേഡ് അതിലുണ്ട്. റിപ്പീറ്റ് റീഡിംഗ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ആ ഒരു വായന നടക്കണം. വായന പല വിധത്തിലുണ്ട്. വായന മെന്റലി അറിഞ്ഞുകൊണ്ട് നടക്കണം. അത് നടക്കണം. എന്ത് വേണം? ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്ത പോലെ നിങ്ങൾ മെന്റലി ഇവിടുത്തെ ബ്ലോക്കുകൾ ഒഴിവാക്കണം. ഇപ്പൊ ഇന്ന് മഗ്‌രിബോട് അടുത്ത സമയം 6 മണിയുടെ 5:30യുടെ ശേഷമുള്ള സമയം പല റോഡുകളും ഞാൻ സഞ്ചരിച്ച റോഡുകളൊക്കെ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലെത്താൻ ലേറ്റ് ആവും, നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങാൻ പല കാരണം ലേറ്റ് ആവും. ഈ ഒരു ലേറ്റിന് ഇനി സമയമില്ലാത്തതുകൊണ്ട് ഈ ബ്ലോക്കുകൾ വരാൻ പാടില്ല. മെന്റലി ഡീൽ ചെയ്യപ്പെട്ടു പോകണം. ആ ബ്ലോക്ക് ഒഴിവാക്കണം. ആ ബ്ലോക്ക് ഒഴിവാക്കാൻ ഒന്നാമത്തെ വഴിയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ വഴി, എക്സാം 2 ഘട്ടമായിട്ട് നമ്മൾ എക്സാമിന്റെ ഡേയ്സിനെ നമ്മൾ തിരിക്കണം. ഒന്ന്, എക്സാം കഴിയുന്ന ദിവസം, എക്സാംസ് ഓവർ ആവുന്ന ഒരു ദിവസം, നമ്മൾ സന്തോഷപ്പെടുത്തുന്ന ദിവസമായിട്ട് അത് മാറട്ടെ. എക്സാം വരെയുള്ള ഒരു ദിവസവും ആഫ്റ്റർ എക്സാമും, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇത് ഇപ്പൊ തന്നെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്യ സഹോദരിമാര്, പ്രത്യേകിച്ചും പെണ്ണുങ്ങള്, അവര് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള PSCയുമായി ബന്ധപ്പെട്ട, നെറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫോക്കസായി ബന്ധപ്പെട്ട കുട്ടികളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ അറിയേണ്ടി വന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാർക്ക് അത്ര ഈ ഒരു കാര്യമില്ല. സ്ത്രീകൾ എന്ത് ചെയ്യാം? ഒരു പേൻ എടുത്തിട്ട്, ഇപ്പൊ തന്നെ ഒരു പേൻ എടുത്തിട്ട് ബിഫോർ എക്സാം, ആഫ്റ്റർ എക്സാം എല്ലാം എഴുതി വെക്കുക. പെട്ടെന്ന് സമയമില്ല. ബിഫോർ എക്സാം, ആഫ്റ്റർ എക്സാം അങ്ങനെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം?
ആഫ്റ്റർ എക്സാം ഞാനിപ്പോ എന്റെ സ്ക്രീനിൽ കാണുന്ന പോലെ എക്സാം കഴിയുന്ന സമയമാണ്. അപ്പൊ എനിക്കിപ്പോ ഒരു ടൂറ് പോകണം. ഞാനൊരു ടൂർ യാത്ര ഉണ്ട്. അതെപ്പോഴാ? അത് ആഫ്റ്റർ എക്സാമാ. ആഫ്റ്റർ എക്സാമാ. ഇനി ഞാൻ ഓൾറെഡി ലൈസൻസിന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ലേണിംഗും കാര്യങ്ങളൊക്കെ തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ലേണിംഗ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? എന്താണ്? അതെപ്പോഴാ? പ്രകൃതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് ആഫ്റ്റർ എക്സാം ആണ് ലൈസൻസിന് കൊടുക്കേണ്ടത്. അത് നമുക്കറിയാം എന്തൊക്കെയാണ് ബിഫോറും ആഫ്റ്ററും നമുക്കറിയാം. ഇപ്പൊ നമ്മളെ വീട് പെയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു സംഗതി ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ബൈക്ക് വർക്ക്ഷോപ്പ് കയറ്റണം, എന്റെ കാറ് മാറ്റണം, അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഇന്നത് ചെയ്യണം, എല്ലാവരും ചെയ്യണം. നമുക്ക് ഇങ്ങനെ കുറെ ആവശ്യങ്ങളുണ്ട്. ഈ നീഡ്സ് ഒക്കെ ആഫ്റ്റർ എക്സാമിലേക്കുള്ളതും ബിഫോർ എക്സാമിലേക്കുള്ളതും ക്രമീകരിച്ചു കഴിഞ്ഞാൽ എവിടെ ക്രമീകരിക്കണം? തലയിലല്ല. ഇപ്പൊ ഉള്ളത് അത് തലയിലാണ്. ഇപ്പൊ പലരും വിളിക്കുന്നത് തലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാ. നെറ്റ്, PSC, കാറ്ററ്റ്, DLED, ഇതൊക്കെ. സാർ DLEDന് ഞാൻ എങ്ങനെ അപേക്ഷ കൊടുക്കേണ്ടത്? DLEDന് ഞാൻ എങ്ങനെ അപേക്ഷിക്കേണ്ടത്? എനിക്ക് അടുത്ത ഓഗസ്റ്റിലേക്ക് വരുന്ന B.Edന് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എവിടെ പൈസ കൊടുത്താൽ നമ്മൾ ബുക്ക് ചെയ്യുക? എന്താ നമ്മൾ ചെയ്യുക? B.Ed എന്താ ചെയ്യുക? എനിക്ക് നെറ്റ് എഴുതണം. ഞാൻ ഇനി നെറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫോക്കസിലെ നെറ്റ് ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലോ. നെറ്റ് കൂടി എനിക്ക് പഠിക്കണം. നെറ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. ഞാൻ PG കഴിയുമ്പോഴേക്കും നെറ്റ് എനിക്ക് കിട്ടണം. അത് ജൂണിലാണ് എക്സാം. അപ്പൊ ഞാൻ ജൂണിലേക്ക് നെറ്റിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ജൂണിലേക്കുള്ള നെറ്റ് ഇവിടെ വിഷയം എടുത്തുവിടാനേ പാടില്ല. അത് നമ്മുടെ തലയിലുണ്ട്. നിങ്ങൾ DLED നിങ്ങൾക്ക് നിർബന്ധമാണ് എനിക്ക് DLED കിട്ടിയാലേ പോവുന്നുണ്ടെങ്കിൽ നിങ്ങൾ DLEDലേക്ക് പോവാം. PSCയിലേക്ക് വരാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? DLEDന്റെ കാര്യങ്ങൾ മുഴുവൻ ഒരാളെ ഏൽപ്പിക്കാം. DLEDന്റെ കാര്യങ്ങൾ നോക്കാനും അന്വേഷിക്കാനും ഒരാളെ ഏൽപ്പിക്കാം. ആ കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കാം. B.Edന്റെ കാര്യം ഏൽപ്പിക്കാം. അങ്ങനെ നമ്മളൊരു പേപ്പറിലേക്ക് തലയിലുള്ള സംഗതി ഇപ്പൊ തന്നെ ഇന്ന് രാത്രിയോ ഉടനെ തന്നെ തലയിലുള്ള ഈ ബ്ലോക്കായി നിൽക്കുന്ന സംഗതികൾ എടുത്തിട്ട് വേഗം മാറ്റി വെക്കുക. നോമ്പിന്റെ സമയത്ത് ഞാനിങ്ങനെ പഠിക്കാനിരുന്ന എന്റെ കുട്ടികൾ എവിടാവും? എന്റെ 3 കുട്ടികളുണ്ടാവും, 2 കുട്ടികളുണ്ടാവും. ഇത് ആലോചിച്ചാൽ ഒന്നും പഠിക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുക? അതിനെന്ത് ചെയ്യാമെന്നുള്ളത് തലയിൽ നിന്ന് പേപ്പറിലേക്ക് മാറ്റി ചെയ്താൽ ഞാൻ ഈ ഒരു മാസക്കാലം ഞാൻ ഇങ്ങനെ അതിനുള്ള സെറ്റപ്പ് ചെയ്യും. ഉമ്മാനടുത്ത് ഏൽപ്പിക്കും. ഞാൻ ഇന്ന രൂപത്തിൽ അവരെ നോക്കും, ഇന്ന രൂപത്തിൽ ചെയ്യും. ഡേ കെയറിൽ ഏൽപ്പിക്കും. അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. എങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇത് തലയിൽ കിടക്കുകയും ഫോക്കസിന്റെ നോട്ട് ഫിസിക്കലി നിങ്ങളെ കയ്യിൽ പിടിച്ച് നടക്കാന്നല്ലാതെ മെന്റലി അതുകൊണ്ട് ഒരു യൂസ്ഫുൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് വേണ്ടത്ര ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ തലച്ചോറിന്റെ ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് തലയിലുള്ള ആ ഓവർലോഡിനെ ഡീൽ ചെയ്തുകൊണ്ട് പിന്നെ ഒരു പേപ്പറിലേക്ക് മാറ്റാം. എനിക്ക് ഇന്ന ദിവസം മാർച്ച് 25 സ്ഥലത്ത് പോകാനുണ്ട്, ഒരു സംഗതി ഫംഗ്ഷൻ ചെയ്യാനുണ്ട് എന്നുള്ളത് തലയിലല്ല, തലയിലൊക്കെ ഒരു നിങ്ങൾ ഡയറിയിലേക്ക് മാറ്റി എഴുതുക. ഞാൻ ചുരുക്കി പറയാണ്, ഡയറിയിലേക്ക് മാറ്റുക. തലയിലുള്ള നിങ്ങളെ പ്രശ്നങ്ങൾ മുഴുവൻ ഡയറിയിലേക്ക് മാറ്റി എഴുതിയാൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് മാറി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. തലയിലുള്ളത് നിങ്ങൾക്ക് എന്തൊരു അത്തരം കാര്യങ്ങളുണ്ടോ നിങ്ങൾ ആദ്യം അത് ബിഫോർ എക്സാം ആണോ ആഫ്റ്റർ എക്സാം ആണോ ഡയറി എടുത്ത് നോക്കണം. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് പറയണ്ട, ഡയറി എടുത്ത് നോക്കുക. എന്നിട്ട് ബിഫോർ എക്സാം ആണെങ്കിൽ നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ബിഫോർ എക്സാമിൽ വരുന്ന സംഗതി എന്താണ്? ഉദാഹരണം, അദബിന്റെ ഞാൻ ജാഹിലി പഠിച്ചു, അമൈബ് പഠിച്ചു, അബ്ബാസി പഠിച്ചു, ഹദീസ് പഠിച്ചു. ഇനി എന്താ? ഇന്ത്യൻ ലിറ്ററേച്ചർ. അത് ബിഫോർ എക്സാമിലേക്ക് നോട്ട് ചെയ്ത് പോകേണ്ട സംഗതിയാണ്. അറൂല് നോട്ട് ചെയ്ത് പോകേണ്ട സംഗതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട് ചെയ്ത് പോകേണ്ട സംഗതിയാണ്. ഇതൊക്കെയാണ് ബിഫോർ എക്സാമിലേക്ക് വരുന്നത്. ആഫ്റ്റർ എക്സാമിലേക്ക് എന്റെ ലൈസൻസ്, B.Ed, എന്റെ നെറ്റ് എക്സാം അത് തുടങ്ങി. അതേപോലെ എന്റെ മറ്റു നേരത്തെ പറഞ്ഞ പോലെ എന്റെ കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട കാര്യം, എന്റെ വാഹനം, എന്റെ മറ്റു കാര്യങ്ങളൊക്കെ, എന്റെ കടബാധ്യതകളൊക്കെ ചില ആളുകളൊക്കെ അതാണ് കടബാധ്യത ഉണ്ട്. ഈ കടബാധ്യത തലയിൽ വെച്ച് നടക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് മാറ്റി എഴുതുക. അല്ലാത്തത് ഹസ്ബൻഡിനെ ഏൽപ്പിക്കുക. എന്റെ കടങ്ങൾക്ക് എത്ര, നമ്മൾ കൊടുക്കാനുള്ള കടങ്ങൾ ഇതാണ്, അത് കൊടുക്കുക. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നടക്കട്ടെ, അത് ഒരാളെ ചുമതലപ്പെടുത്തുക. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് പെട്ടെന്ന് കുറച്ച് പൈസ ആവശ്യം വന്നു. നസീറുദ്ദീൻ സാറ്, ഖാലിദ് സാറ്, ഞാൻ 3 പേര് കുറച്ച് പൈസ ആവശ്യം വന്നു. എന്ത് ചെയ്യും? ആ പൈസ അപ്പൊ തന്നെ ഇതിങ്ങനെ തലയിൽ വെച്ച് നടന്ന വേറെ ഒരു കാര്യം നടക്കൂല. അവിടെ എന്ത് ചെയ്തു? അത് നമ്മൾ സാധാരണ നോമ്പിന് പൈനാപ്പിളും വത്തക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെ നമ്മൾ ആദ്യം 3 പീസാക്കിയിട്ട് അത് വത്തക്ക കട്ട് ചെയ്തു. അല്ലെങ്കിൽ പൈനാപ്പിൾ കട്ടിങ് എന്നാണ് പറയാം സൈക്കോളജിയിൽ. പൈനാപ്പിൾ കട്ടിങ് ജസ്റ്റ് കട്ട് ചെയ്തു, 3 പീസാക്കി കട്ട് ചെയ്തു. 1.5 ലക്ഷം രൂപ 3 പീസാക്കി കട്ട് ചെയ്തു. 50ന്റെ പീസ് ഞാൻ എടുത്തു, 50 നസീറുദ്ദീൻ സാറും 50 ഖാലിദ് സാറും. എന്ത് ചെയ്തു? സിമ്പിളായി. ഞാൻ അപ്പൊ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോട് ഞാൻ 20,000 രൂപ വാങ്ങിച്ചു.
10-ാം തീയതിയിലേക്കേ സാലറി കിട്ടുള്ളൂ, ഇന്ന് 3-ാം തീയതിയായി, 7 days, ഏറി ഒന്ന് 8-ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പൈസ തരും. ഒരു 20,000 രൂപ ഒരാളോട് വാങ്ങിച്ചു, എന്റെ ഒരു കുടുംബക്കാരനോട് ബാക്കി 20,000 വാങ്ങിച്ചു, എന്റെ കയ്യിൽ 10 രൂപയും കൂട്ടിയിട്ട് അന്ന് രാത്രിക്ക് രാത്രി തന്നെ എന്റെ പേര് ഞാൻ കൊടുത്തു, മറ്റുള്ള 2 പേരും അവരും കൊടുത്തു. ഒരു 1.5 ലക്ഷം രൂപ 5 മണിക്കൂറിനുള്ളിൽ ഡീൽ ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ്? അവിടെ പൈനാപ്പിൾ കട്ട് ചെയ്തു. ഈ രൂപത്തിൽ ഹസ്ബൻഡിന്റെ ജസ്റ്റ് നിങ്ങളൊന്നും ചെയ്യണ്ട, ഹസ്ബൻഡ് ഗൾഫിലാണ്, ജോലിയിലാണ്, കുറെ തിരക്കാണ്, നോമ്പാണ്, ആയിക്കോട്ടെ, ഹസ്ബൻഡിനോട് പറയാം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആങ്ങളോട് പറയാം, ഉപ്പാനോട് പറയാം, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിനോട് പറയാം, ആരോട് പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ, പൈനാപ്പിൾ കട്ട് ചെയ്ത് കൊടുത്താൽ തീരാവുന്നുള്ളൂ. അങ്ങനെ ആ ബ്ലോക്ക് തീർത്തുകൊണ്ട് അവിടെ ഒരു കാര്യം ചെയ്യും. എന്നാൽ ഫിസിക്കലി നമുക്ക് വളരെ ആശ്വാസം ഉണ്ടാവും, മെന്റലി നമുക്ക് ആശ്വാസം ഉണ്ടാവും, ഫിസിക്കലി മെന്റലി ആശ്വാസം ഉണ്ടാവും. ഇത് ഡീൽ ചെയ്യാൻ, ഇത് മാനേജ് ചെയ്യാനുള്ള സംഗതിയാണ് ഇനി അടുത്ത് പറയാനുള്ളത്. ഇത് മാനേജ് ചെയ്യാനുള്ള സംഗതിയാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഞാൻ നിങ്ങളെ ചാറ്റിങ്ങോ ഒന്നും കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിലേക്ക് ഒന്ന് കടന്നു വരാണ്. ജസ്റ്റ് ഓക്കെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഒരു ഓക്കെ ടൈപ്പ് ചെയ്യും, ഒരു എസ് ടൈപ്പ് ചെയ്യും, ജസ്റ്റ് ഒരു ലൈക്കിന്റെ പുറമെ യെസ് ഓർ നോ. ഓക്കെ നൈസ് ഓക്കെ താങ്ക് യു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ സംസാരം കേൾക്കുന്ന പുരുഷന്മാരെക്കാൾ കൂടുതൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ്. ലേഡീസ് ആണ് കുറെ ആളുകൾ നിങ്ങൾക്ക് ഉള്ള തലയിൽ നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തുന്ന ഫോക്കസിന്റെ നോട്ട് തലയിലേക്ക് കയറാൻ നിങ്ങൾക്ക് തടസ്സമാകുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അവയെല്ലാം നിങ്ങൾ ഡീൽ ചെയ്യണം, നിങ്ങൾ അവയെ മാറ്റിപ്പണിയണം. അപ്പൊ ആ ഒരു മാറ്റിപ്പണിയുള്ള ഒരു എന്താണ് അതിന് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് സ്വയം നമുക്ക് ആ രൂപത്തിൽ ഡീൽ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? അത് ഇത്രയും ഭാഗം, സമയം കുറവായതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഞാൻ ആ രൂപത്തിൽ പറഞ്ഞു പോണത്. നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതില് ഈ ആൻസൈറ്റി കാര്യങ്ങൾ സ്ട്രെസ് വരാൻ തുടങ്ങി. അടുത്ത പ്രശ്നം ഡീൽ ചെയ്യാൻ പോവാം. ഒന്നാമത്തെ പ്രശ്നം മെന്റലി ആണ്, മെന്റലി ബ്ലോക്ക് വന്നു. ഇനി 50 ദിവസമുള്ളൂ, 55 ദിവസമുള്ളൂ, എല്ലാം കൂടി വന്നു, സ്ട്രെസ്സായി, കുടുങ്ങി, പഠിച്ചാൽ തീരൂല, പഠിച്ചത് കിട്ടുന്നില്ല, കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോ മാർക്ക് കുറഞ്ഞു, നോമ്പായി തുടങ്ങി, ഓർക്ക് ഇങ്ങനെ സങ്കടം വരികയാണ്, എനിക്ക് കഴിയുന്നില്ല. കഴിയാത്തതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇപ്പം ഫോക്കസിലേക്ക് എത്തിയിട്ടുള്ളൂ, കുറച്ചു നാളായിട്ട് എത്തിയതുകൊണ്ട് എനിക്കിനി തീർക്കാൻ കഴിയില്ല. അത് ഭയങ്കര ഒരു വിഡ്ഢിത്താണ് ആ ചെയ്യാൻ പോണ സംഗതി. കുറച്ചു നാൾ മതി, നമുക്ക് അതേ പഠിക്കാനുള്ളൂ. നമുക്കിത് കാണാതെ പഠിച്ച് പരീക്ഷ ചെയ്തതല്ല പ്രിയപ്പെട്ടവരെ, നമ്മളിത് ബൈഹാർട്ട് ചെയ്തതല്ലത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസറോട് കൂടി നിങ്ങൾക്ക് തരികയാണ്. ആൻസർ അതിന്റെ കൂടെ ഉണ്ട്. ആ ആൻസർ ഒന്ന് കണ്ടെത്താനുള്ളത് മതി. ഇപ്പൊ 4 ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ 4 ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താനുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ ആവശ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി അങ്ങ് മുന്നോട്ടാണ് നോക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ബാക്കോട്ട് നടന്നു നോക്കി. നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ബാക്കോട്ട് നടക്കാൻ കഴിയില്ല. പലരും ബാക്കോട്ട് നടക്കുക. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചെയ്തില്ല, കുറെ ദിവസങ്ങളെങ്കിലും മിസ്സായി പോയി, കാര്യങ്ങൾ പോയി. ഒന്ന് ബാക്കോട്ട് നടക്കാൻ ശ്രമിച്ചാൽ നടക്കാൻ കഴിയില്ല. നമ്പർ 1. 2, ബാക്കോട്ട് നോക്കി മുന്നോട്ട് നടക്കാനാണ് ശ്രമിക്കുന്നത്, അതും നടക്കൂല. നോട്ട് ചെയ്യണേ, ബാക്കോട്ട് പിറകിലോട്ട് നമുക്ക് നടക്കാൻ കഴിയൂല. കഴിയുകയാണെങ്കിൽ വളരെ റിസ്ക്കാണ്. പിറകോട്ട് നടന്ന ഒരു പരിധിയുണ്ട്, ചുമരിൽ ചെന്ന് മുട്ടും, തടഞ്ഞു വീഴും, അപകടം പറ്റും. ബാക്കോട്ട് നടക്കാൻ കഴിയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പൊ തന്നെ അവിടെ നോട്ട് ചെയ്ത് കട്ടിയിൽ ആവർത്തിച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കണ്ട. പാസ്റ്റ് ഈസ് കഴിഞ്ഞു പോയി. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കോട്ട് പിറകിലേക്ക് നമ്മൾ നോക്കുന്നില്ല. എങ്ങനെ? പിറകിലോട്ട് നടക്കാൻ ശ്രമം നടത്തരുത്. 2, പിറകോട്ട് നോക്കി മുന്നോട്ട് നടക്കും ചെയ്യരുത്. പിറകോട്ടൊന്ന് തല വിരിച്ച് മുന്നോട്ട് നടന്നു നോക്കി, അപ്പോഴും തടഞ്ഞു വീഴും. ഇന്നലകളെ കുറിച്ച് ഓർത്ത് എന്റെ കുടുംബം, ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ, എന്റെ കടബാധ്യത, എന്റെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് മിസ്സായത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോവാൻ കഴിയാത്തത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയത്, കഴിഞ്ഞ പരീക്ഷയ്ക്കിന്റെ സമയത്ത് എന്റെ ഫാമിലി എന്നോട് എങ്ങനെ പെരുമാറിയത്, ഇതെല്ലാം കൂടി മനസ്സിക്ക് വന്നിട്ട് മുന്നോട്ട് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പിറകോട്ട് നോക്കിയിട്ടും നടക്കരുത്, പിറകോട്ടും നടക്കരുത്. ഇനിയുള്ള ദിവസം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് കണ്ടു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്വഭാവമുണ്ട്, പരീക്ഷണ സമയത്ത് നമ്മൾ വായിക്കുള്ളൂ.
അത് മതി. എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഒരാൾ മാത്രമല്ല, നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ. പലരും തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പലരും എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അവരങ്ങനെ അവര് കഴിഞ്ഞാലും നമ്മൾക്ക് ലിസ്റ്റിലെത്താൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും പരീക്ഷയല്ല, നമ്മൾ മാത്രമല്ല, ചെറിയ മക്കൾ മുതൽ എക്സാമിന്റെ ചൂടിലാണ്. അപ്പൊ നമ്മൾ അവരെ കൂടെ ഇരിക്കുക. അപ്പൊ ഈ സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യണം. ഞാൻ എന്റെ സംസാരത്തിൽ സ്ട്രെസ് മാനേജ് ചെയ്യാതെ പോയാൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഞാൻ ഇന്നത്തെ സംസാരത്തിൽ സ്ട്രെസ് മാനേജ് ചെയ്യുന്ന കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇനി ഇൻഷാല്ല അടുത്തൊരു സെഷൻ, തൊട്ടടുത്തൊരു സെഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യം ഉണ്ടാവുന്ന സമയം അത് അറിയിക്കുക, ഇബ്രാഹിമിനി ബന്ധപ്പെട്ടവരെ അറിയിക്കുക. അപ്പൊ നമുക്ക് ഏത് സമയം, ഇപ്പൊ ഇന്നത്തതൊക്കെ നമ്മൾ ഒഴിവുണ്ടായിട്ടല്ലല്ലോ, നമ്മുടെ ഫോക്കസിന്റെ മക്കളുടെ വിജയമാണല്ലോ നമ്മളെ വിജയം. അത് മാത്രമല്ല നിങ്ങളുടെ പ്രോത്സാഹനമാണ്. നിങ്ങൾ നേരത്തെ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, അപ്പം ഇനി അടുത്തൊരു വീക്കിൽ, നെക്സ്റ്റ് ഒരു വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് വരാം. ബാങ്ക് കൊടുക്കുന്ന സമയം ഞാൻ ഈ ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്ത് ചെയ്യാം, അടുത്ത വാക്യം പറയാം. സ്ട്രെസ്, ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇത് ഡീൽ ചെയ്യാണ്. ഇത് ഞാൻ സ്ലൈഡായിട്ട് ചെയ്തിട്ടില്ല, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും അടുത്തതിൽ. ഇപ്പൊ നിങ്ങളത് നോട്ട് ചെയ്ത് പോവാ. നമ്മളെ സ്ട്രെസ് കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. ആ പ്രശ്നം വരുന്നത്. മനസ്സും അതായത് നമ്മുടെ ചിന്തയിലും മനസ്സിലും ഒക്കെ പാടെ വരുന്ന സംഗതിയാണ്. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്തോളി. സ്ട്രെസ് ഡീൽ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഉള്ളത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ, നമ്മൾ മെന്റലി ഉള്ള പ്രശ്നം പരിഹരിക്കാൻ ഫിസിക്കലി നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞു പോവാണ്. പല ക്ലാസ്സിലും പറയും, നമ്മൾ നിരന്തരം ചെയ്യുകയും ചെയ്യുന്നതാണ്. എന്ത്, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ആണ്. ബ്രീത്തിങ് എക്സസൈസിന്റെ ഒരു മെത്തേഡ് മാത്രം പറഞ്ഞു പോവാണ്. ഒന്ന്, നമ്മളൊരു 4 സെക്കൻഡ് എടുത്തിട്ട് 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. 1 2 3 4 4 സെക്കൻഡിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സൈക്കോളജിക്കലി ഡൊപ്പമിൻ, നമുക്കറിയാം ഡൊപ്പമിൻ എന്ന് പറയുന്ന, അതേപോലെ അത് ബ്രെയിനിലേക്ക് അങ്ങോട്ട് കയറി വരും. ഡൊപ്പമിൻ നമുക്കത് പഠിക്കാൻ ആവേശം, നമുക്കത് ചിന്തയോടുകൂടി പഠിച്ചെടുക്കാൻ പറ്റുന്ന ആ ക്ഷീണമൊക്കെ മാറുന്ന ഡൊപ്പമൈൻ എന്ത് ചെയ്യും, യുവത്വം തുളുമ്പുന്ന ഡൊപ്പമീൻ എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിലേക്ക് അങ്ങോട്ട് കയറി വരും. 4 സെക്കൻഡ് ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെ ഡൊപ്പമീൻ അങ്ങോട്ട് കയറി വരും. ഞാൻ കൈക്കൊരു മുറിവ് കത്തി പറ്റിയ ഉടനെ ഫസ്റ്റത്തെ ശരീരത്തിന്റെ പണിയാണ് ഒരു വലിയുണ്ട് അല്ലെ, മേലോട്ടൊരു വലിയുണ്ട്. ആ വലിയാണ് ഡൊപ്പമീൻ അങ്ങോട്ട് കയറിയിട്ട് അവിടെ ശരീരത്തെ അതിന് തയ്യാറാക്കുകയാണ്, ഒരുക്കുകയാണ്. ഓടാൻ പോകുന്ന ആള് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നു. ഒരു സാധനം എടുത്ത് പൊക്കാൻ പോകുമ്പോൾ അവൻ നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് റെഡിയാവുന്നു. അവിടെ എന്താ, ഡൊപ്പമീൻ എന്ന് പറയുന്ന ആ ഇത് എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ആ എനർജി അവിടെ ബ്രെയിനിലേക്ക് വരുന്നതാണ്. ഈ രൂപത്തിലുള്ള ഇപ്പൊ തന്നെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നമ്മളിങ്ങനെ ശ്വാസം, ഇപ്പൊ വൈകുന്നേരം രാത്രി 7 മണി 8 മണി ആവാതായി, ഇത്രയും നേരത്തെ ക്ഷീണം ചൂടും വെയിലൊക്കെ മാറാൻ നമുക്ക് നന്നായിട്ട് അത് ബ്രീത്ത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഡൊപ്പമൈൻ കൊണ്ട് നിറയും ബ്രെയിനിൽ. അതങ്ങോട്ട് വരും, അത് വരുന്നു. എന്നിട്ട് 4 സെക്കൻഡ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് 4 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ 16 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. 4 സെക്കൻഡ് ഡീപ്പ് ബ്രീത്തിങ്, 16 സെക്കൻഡ് അതിനെ ഹോൾഡ് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുന്നു, നിറഞ്ഞ് ഡൊപ്പമീനെ സ്വീകരിക്കുന്നു. 16 സെക്കൻഡ് നമ്മൾ അതിനെ അവിടെ ഹോൾഡ് ചെയ്യുന്നു, അവിടെ നിർത്തുന്നു. എന്നിട്ട് നമ്മൾ മനസ്സിൽ 1 2 3 4 16 സെക്കൻഡ് എണ്ണുന്നു. എന്നിട്ട് നമ്മൾ അത് റിലീസ്, വാ തുറന്നുകൊണ്ട് റിലീസ് ചെയ്യുന്നു. ആ 16 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അഡ്രിനാലിനിലേക്ക് അതെത്തും. ശരീരത്തിലേക്ക് ആവശ്യമായ, ആ സമയത്തേക്ക് ആവശ്യമായ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുവാനും അത് കൺട്രോൾഡ് ആയിട്ട് വരാനും വരും. നമുക്കൊരു എമർജൻസി ഹോർമോൺ അവിടെ വരും. നമ്മളെ കൃഷ്ണമണി വലുതാവും, രക്തക്കൊഴലുകൾ പമ്പിങ് കൂടും, ശരീരത്തിന്റെ രോമങ്ങൾ ആവശ്യമനുസരിച്ച് എഴുന്നേറ്റിക്കൊള്ളൂ കേട്ടോ. ആവശ്യമനുസരിച്ച് നല്ലൊരു അതിനനുസരിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അപകടം കണ്ടു ഒരു പൊട്ടിത്തെറി കേട്ട് കഴിഞ്ഞാൽ വരുന്ന അത്ര ഇതുണ്ടാവില്ല. ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ആ 16 സെക്കൻഡ് അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ അവിടെ വർക്കൗട്ട് ആവും. രണ്ടാമത്തേതാണ് എമർജൻസി ഹോർമോൺ വർക്കൗട്ട് ആവും. എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള 4 സെക്കൻഡ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ല, ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നില്ല, ഹോൾഡ് ഒന്നും ചെയ്യുന്നില്ല.
ആ 4 സെക്കൻഡ് കൊണ്ട് ഇത് മൊത്തം കൺട്രോൾഡ് ആവും. ഡോപ്പമിൻ അത് നിറയുന്നു, എത്തുന്നു, ബ്രെയിനിലേക്ക് എത്തുന്നു. അത് നമ്മളവിടെ വിട്ട് 16 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ആ സമയത്ത് അഡ്രിനാലിൻ, എമർജൻസി ഹോർമോൺ, നമ്മൾ ഉന്മേഷം നൽകുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു, അത് അവിടെ വർക്കൗട്ട് ആകുന്നു, അത് അവിടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളാകുന്നു. ഇനി അങ്ങോട്ടുള്ള ജസ്റ്റ് 4 സെക്കൻഡ് ഒന്നും ചെയ്യാത്ത, അത് കഴിഞ്ഞിട്ടാണ് ബ്രീത്തിങ് കേട്ടോ. നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. 4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ബ്രീത്തിങ്ങിന്റെ ഇടയിലുള്ള 4 സെക്കൻഡ് കൊണ്ട് അതവിടെ കൺട്രോൾഡ് ആവുന്നു, ശരീരത്തിന് ആവശ്യമായ രൂപത്തിലേക്കാവുന്നു, ഉന്മേഷം തിരിച്ചു വരുന്നു. നമ്മളെ ബ്രെയിനും ഓർമ്മശക്തിയും കാഴ്ചശക്തിയും നമ്മുടെ ആവശ്യമായ സംഗതികളൊക്കെ ആ രൂപത്തിലേക്ക് ഒക്കെ രക്തക്കുഴലുകളിലും പമ്പുകളിലൊക്കെ കൺട്രോൾഡ് ആവുന്നു. ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ സമയങ്ങൾ ബ്രേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്, ഇന്നു മുതൽ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് അത് മാനേജ് ചെയ്തു പോകും, പ്രശ്നങ്ങൾ മാനേജ് ചെയ്തു പോകും. അവിടെ അത് ഈ ഒരു പ്രശ്ന പരിഹാരം കൂടി ഡീൽ ചെയ്യുന്നത് എങ്ങനെയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുക, ബിഫോർ എക്സാം ആഫ്റ്റർ എക്സാം രണ്ടും കട്ട് ചെയ്യണം. ഇപ്പൊ എല്ലാം കൂടി സകല ഗുലാബിയായിട്ട് കിടക്കുക പറ്റൂല. പേപ്പർ എടുത്തിട്ട് ഡയറി എടുത്തിട്ട് ബിഫോർ എക്സാമും ആഫ്റ്റർ എക്സാമും മാറ്റണം. അതിൽ ചിലത് തീരെ ആലോചിക്കാത്ത സാധനം വരും, അത് മറ്റൊരു ബോക്സിലേക്ക് എഴുതി. അന്ന് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരികളുടെ കൂടെ ഞാൻ ഇന്ന് ജോലിയിലാകുമായിരുന്നു, അത് കഴിഞ്ഞു. അത് അങ്ങനെ ഒരു സാധനം എഴുതി നമ്മളെ മനസ്സിൽ ഇങ്ങനെ മുറിവായി കിടക്കുന്ന സംഗതി എഴുതിയിട്ട് കത്തിച്ചു കളയണം. അല്ലെങ്കിൽ അത് കീറി മുറിച്ച് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് അടിച്ച് ഒഴിവാക്കണം. അതൊന്നും നമുക്ക് വേണ്ട, കരിച്ചു കളയണം. ആ രൂപത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടാവും. എടുത്തു വെക്കേണ്ടത് ബിഫോർ എക്സാം ആഫ്റ്റർ എക്സാം എടുത്തു വെക്കുക. എനിക്ക് ഇന്നൊരാളോട് ദേഷ്യമുണ്ട്, പകയുണ്ട്, ആ പക കാര്യങ്ങളൊക്കെ മുറിച്ച് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഒരു ലൈറ്റർ കൊടുത്തിട്ട് കത്തിച്ചു കളയില്ല, ക്ലാസ് റൂമിൽ വെച്ച് തന്നെ കത്തിച്ചു കളയില്ല. എന്നിട്ട് ആ ചാരം വാരി എടുത്തിട്ട് അവരെന്ത് ചെയ്യും, കൗൺസിലിംഗ് റൂമിന്റെ പുറത്തുള്ള ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഫ്ലഷ് അടിച്ച് കളയില്ല. കാരണം അത് നമുക്ക് ആവശ്യമില്ല. എനിക്കൊരാളോട് ദേഷ്യമുണ്ട്, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളുണ്ട്, ഞാൻ ഇങ്ങനെ ആവാനൊരാളുണ്ട്, ആയിക്കോട്ടെ, ആ ആളോടുള്ള ദേഷ്യം നമ്മളെ പഠിക്കാൻ അവിടെ ബ്ലോക്ക് വരുത്തുക. അത് കളഞ്ഞതിന് ശേഷമുള്ള ബിഫോറും ആഫ്റ്ററും അത് രണ്ടും എഴുതി വെക്കുക, നോട്ട് ചെയ്യാം. എന്നിട്ട് ഫിസിക്കലി മെന്റലി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഈ പ്രശ്ന പരിഹാരത്തിന് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഫോറിൽ കുറെ സാധനങ്ങൾ വരും, അതേപോലെ ആഫ്റ്ററിലും കുറെ സാധനങ്ങൾ വരും. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു അപ്ഡേഷൻ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ നൽകും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത്, ഞാൻ ബാക്കി കാര്യങ്ങൾ നോട്ട് ചെയ്യാത്തതുകൊണ്ട് പ്രിപ്പയർ ആവാത്തതുകൊണ്ടല്ല, ടൈം ആ രൂപത്തിലായതുകൊണ്ടാണ്. ഇതിന് നമ്മൾ മറ്റു ക്ലാസ്സുകൾ എടുക്കുന്ന പോലെ അല്ലല്ലോ, ഇതിന് ആ രൂപത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എത്ര മാത്രം യൂസ്ഫുൾ ആയി, എങ്ങനെ നിങ്ങൾക്ക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു കമന്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്തിട്ട് പറയാം എങ്ങനെയാണ് യൂസ്ഫുൾ ആയത്, എന്താ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് എന്താണ്. വാട്ട് അബൌട്ട് യുവർ ഫീലിംഗ്, ഗുഡ്, ബെറ്റർ, എക്സലന്റ്, അല്ലെങ്കിൽ ഹാപ്പി, അല്ലെങ്കിൽ അൺഹാപ്പി, അല്ലെങ്കിൽ സാഡ്, അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ്, എന്താ നിങ്ങൾക്ക് തോന്നിയത്, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, വെൽ, ഫീലിംഗ് വെൽ, എക്സലന്റ്, ഓക്കെ, ഹാപ്പി, മുംതാസ്, ഗുഡ്, ഓക്കെ ഓക്കെ ഓക്കെ, മൈൻഡ് ഓക്കെ, ഹാപ്പി, ഇതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹാപ്പിയാണ്, മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ, ബെറ്റർ ആണ്, എക്സലന്റ്, ഫീലിംഗ് ഹാപ്പി, വെൽ, ഗുഡ്, എക്സലന്റ്. കത്തിച്ച് കളയേണ്ട മാസവും കൂടിയാണ് തീർച്ചയായിട്ടും. കരിച്ചു കളയണം. റമദാൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയണം. നമ്മളടുത്ത് ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കുക, ആ വേസ്റ്റ് ഇങ്ങനെ ഉണ്ടല്ലോ പുഴുത്ത് നാറി മനസ്സിന്റെ ഉള്ളിൽ നമ്മുടെ അപ്പുറത്തേക്ക് ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കത്തിച്ച് കളയണം. എക്സലന്റ്, ഓക്കെ, എനർജറ്റിക്, വെരി ഗുഡ്, മുംതാസ്, ബെറ്റർ, ബൂസ്റ്റഡ്, ഓക്കെ, ബൂസ്റ്റഡ്, ഹോർലിക്സഡ് ഒക്കെ വരുന്നുണ്ട്. എക്സലന്റ്, ഹാപ്പിനെസ്, ഹാപ്പി, ഫീലിംഗ് ഹാപ്പി, ഷുവർ, മുംതാസ്, വെൽ, വെരി ഹാപ്പി, ഓക്കെ, ഹാപ്പി, ഇൻഷാല്ലാ. കുറെ വിവരങ്ങൾ കിട്ടി. ഓക്കെ, വെൽ, ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ സംഗതി. ഇത് പറയാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഇത് വെറുതെ ഒരു സമയത്തിന് പറഞ്ഞതല്ല, സമയം ഉണ്ടാക്കി ഒരുങ്ങി തയ്യാറായി പറഞ്ഞത്. എന്തിന്? നിങ്ങളാണ് ഇന്നത്തെ സ്റ്റാർസ്. നിങ്ങളാണ് ഇവിടത്തെ വിന്നേഴ്സ്. യു ആർ കിങ്സ്. ഫോക്കസ് കിങ്സ് നിങ്ങളാണ്. കിങ്സ് നിങ്ങളാണ്. അതേപോലെ തന്നെ ഫോക്കസ് ലയൻസ് നിങ്ങളാണ്. ഫോക്കസ് സ്റ്റാർസ് നിങ്ങളാണ്. നിങ്ങളാണ് ഇതിലെ ടാർഗറ്റ്, വാല്യുബിൾ. ഓക്കെ, തീർച്ചയായിട്ടും റമദാൻ എന്തുകൊണ്ടും ഹൈറാവും. ഒരു പേടിയും പേടിക്കണ്ട. എന്തൂസിയാസ്റ്റിക് സെഷൻ, നല്ല അടിപൊളി ആന്തരികമായി വരുന്ന ചില വേർഡുകളൊക്കെ വരുന്നുണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. ടൈം ലേറ്റ് ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ ഇത് അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ ഒരു അപ്ഡേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മൾ കൂടെ നൽകും. നിങ്ങളെ കൂടെ നമ്മൾ ഉണ്ടാവും. നിങ്ങൾ മാത്രമല്ല പരീക്ഷ പോലത്, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ ഒന്നിച്ച് നമുക്ക് പോവാം. യെസ്, ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും. ടൈം ഈ രൂപത്തിലായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒരു 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 ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അതാണല്ലോ അതിന് വേണ്ടത്. അപ്പോ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ദുആ കേൾക്കാൻ നമ്മുടെ സിട്ടാവ് കൂടെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഇനി അതിനൊരു ഇതുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഉത്തരവാദിത്വ ഡ്യൂട്ടി, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടാവും, നിറഞ്ഞു നിൽക്കും. ഇന്ന് തന്നെ, ടുഡേ ഇറ്റ് സെൽഫ്, ഓക്കെ, ഇന്ന് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സമയം കണ്ടെത്തി ആ പ്രാർത്ഥന ഉൾപ്പെടുത്തും. ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഒന്നിച്ചുള്ള യാത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.